അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. ഇപ്പോൾ പെരുന്നാളൊക്കെ വരികയാണല്ലോ. പെരുന്നാളിന് കുളി സുന്നത്തും ഉണ്ടല്ലോ. ഇപ്പോൾ സുന്നത്ത് കുളിയാണെങ്കിലും നിർബന്ധ കുളിയാണെങ്കിലും നിയത്ത് നിർബന്ധം തന്നെയല്ലേ ഉസ്താദെ? ഇപ്പോൾ ഒരാൾ ഇപ്പം വലിയ പെരുന്നാളാണ് വരുന്നത്. ഇപ്പോൾ വലിയ പെരുന്നാളിൻ്റെ നിയത്ത് വെക്കാതെ പെരുന്നാളിൻ്റെ കുളി എന്ന് നിയത്ത് ചെയ്തിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ വലിയ പെരുന്നാളിൻ്റെ കൂലി അദ്ദേഹത്തിന് ലഭിക്കുമോ ഉസ്താദെ? ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ അദ്ദേഹത്തിന് ജനാബത്തുണ്ടായി, ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ജനാബത്തുണ്ടായി. അപ്പോൾ ജനാബത്തിൻ്റെ നിയത്തും ഈ ഒരു പെരുന്നാളിൻ്റെ സുന്നത്തുകുളിയുടെ നിയത്തും രണ്ട് നിയത്തും വെക്കേണ്ടി വരുമോ ഉസ്താദെ? അതല്ലാതെ അദ്ദേഹം ജനാബത്തിൻ്റെ കുളിയുടെ നിയത്ത് മാത്രം വെച്ചു എന്നിട്ട് കുളിച്ചു, അപ്പോൾ ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളിയുടെ കൂലിയും കൂടി അദ്ദേഹത്തിന് ലഭിക്കുമോ ഉസ്താദെ? അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുന്നാളിൻ്റെ കുളി, അത് ബലിപെരുന്നാളാണെങ്കിലും ചെറുപെരുന്നാളാണെങ്കിലും ഒക്കെ കുളിക്കൽ സുന്നത്തുണ്ട്. ഏറെക്കുറെ ആളുകളൊക്കെ പെരുന്നാളിൻ്റെ കുളിക്കുന്നുണ്ടാകും. പക്ഷേ ചെറിയൊരു ശ്രദ്ധ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലാത്തതിൻ്റെ പേരിലോ അതിൻ്റെ കൂലി കരസ്ഥമാകുന്ന വിഷയത്തിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം കുളി എന്ന് പറയുമ്പം അത് നിർബന്ധമായ കുളിയാണെങ്കിലും സുന്നത്തായ കുളിയാണെങ്കിലും അതിനൊക്കെ നിയ്യത്ത് നിർബന്ധ. കാര്യമായിട്ട് രണ്ട് ഫർളാണ് ഈ കുളിക്ക് പറയുന്നത്. അതിൽ കാര്യമായിട്ട് എന്ന് എടുത്തു പറയുന്നതാണ് നിയ്യത്ത്. അത് നിർബന്ധമായ കുളിക്ക് നിയ്യത്ത് വേണം, സുന്നത്തായ കുളിക്ക് നിർബന്ധമല്ല. അങ്ങനെയല്ല. സുന്നത്തായ കുളിക്കാണെങ്കിലും അതിൻ്റെതായ കെട്ടും മട്ടൊക്കെ നോക്കി നിയ്യത്ത് വെച്ചോളണം. അങ്ങനത്തെ ആളുകൾക്കാണ് ഈ കുളിയുടെയൊക്കെ സുന്നത്ത് എന്ന് പറഞ്ഞ സംഗതി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇത് വ്യക്തമായിക്കൊണ്ട് തന്നെ ബഅസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുശ്റുൽ കരീമിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബുശ്റുൽ കരീമിൻ്റെ 1-ാം വാള്യം ഇതിൻ്റെ 90-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, കുളിക്ക് ഇപ്പോൾ കാര്യമായിട്ട് 2 ഫർള് പറയും. 1-ാമത്തെ ഫർള് പറയുകയാണെങ്കിൽ അന്നിയ്യത്തു നിയ്യത്താണ്. വാജിബൻ കാന ഔ മന്ദൂബൻ. ആ കുളി നിർബന്ധ കുളിയാകട്ടെ സുന്നത്ത് കുളിയാകട്ടെ. അപ്പോൾ സുന്നത്ത് കുളിക്കും എന്താകണം? നിയ്യത്ത് വെച്ച് കൊടുക്കണം. അത് നിർബന്ധമാണ് എന്നുള്ളത്. അപ്പോൾ സുന്നത്ത് കുളി എന്ന് പറയുമ്പം ഒരുപാട് കുളികളുണ്ട് സുന്നത്തിൻ്റെ. ഇപ്പോൾ ഇവിടെ പറയുന്ന വലിയൊരുനാക്ക്, ഇനിയിപ്പം എൻ്റെ ഈ പറയുന്ന വലിയൊരുനാക്ക് കുളിക്കൽ സുന്നത്തുണ്ട്, ജുമാക്ക് കുളിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് കുളി പലതുമുണ്ട്. അതിൻ്റെ വകകൾ വേർതിരിച്ചുകൊണ്ട് അങ്ങനെ ഓരോന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കുളിക്കട്ടെ എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനായ ഉമർ നബി ജാവി റഹിമഹുല്ല, അതായത് ഫതുഹുൽ മുഈനിൻ്റെ മത്തിനാണ് ഖുർറത്തു ഐൻ, അത് വിശദീകരിച്ചതാണ് മഹാനായ ഉമർ നബി ജാവി റഹിമഹുല്ല നിഹായത്തു സൈനിലൂടെ. അതിൽ പറയുന്നുണ്ട് വക തിരിച്ചുകൊണ്ട് തന്നെ വെക്കണം എന്നുള്ളതും പല സ്ഥലത്തുള്ളതാണിത്. ഇതിൻ്റെ 31-ാമത്തെ പേജിൽ കണ്ടോ, വമൻ അറാദ ഗസ്ലൻ മസ്നൂനൻ. ഒരാൾ സുന്നത്ത് കുളി കുളിക്കാനാണ് ഉദ്ദേശിച്ച്, എന്നാൽ നവാബിഹി സബബ്, ഏതാണോ ആ കുളി അതിൻ്റെ കാരണം വെച്ചുകൊണ്ട് നിയ്യത്ത് വെക്കണം. അത് നിർബന്ധം തന്നെയാണ്. അതെങ്ങനെ? കണ്ടോ, പെരുന്നാൾ കുളിയാണ് കുളിക്കുന്നതെങ്കിൽ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി എന്ന് തന്നെ കരുതണം. ജുമാൻ്റെതാണെങ്കിൽ ജുമയുടെ സുന്നത്ത് കുളി എന്ന് തന്നെ കരുതണം. ഇങ്ങനെ വക തിരിഞ്ഞുകൊണ്ട് തന്നെ നിയ്യത്ത് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പോൾ വരുന്നപ്പോൾ കുളി എന്താണ്? പെരുന്നാളിൻ്റെ കുളിയാണ്. വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാളാകുമ്പോൾ ഇയാൾ നിയ്യത്ത് വെച്ച് കൊടുത്താൽ എന്താണ്? കുളിയാണ്, പെരുന്നാളിൻ്റെ കുളി എന്ന് പറഞ്ഞു. അത് ചെറിയനാളാണോ വലിയ പെരുന്നാളാണോ എന്നുള്ളത് വേറെ തിരിച്ച് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിലോ എന്നൊരു സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. അപ്പൊ പെരുന്നാളിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ 2 പെരുന്നാൾ ഇപ്പൊ രണ്ടും ഒന്നിച്ചു വരൂലല്ലോ. ഒരു പെരുന്നാൾ വേണ്ട വേറെ പെരുന്നാൾ പറ്റേ വരുള്ളൂ. അപ്പൊ വരുന്ന ബലി പെരുന്നാൾ. അപ്പൊ അവിടെ ഇപ്പൊ ഏത് പെരുന്നാളാണോ നിൽക്കുന്നത് അപ്പൊ ആ പെരുന്നാൾ തന്നെയാണ് ഉദ്ദേശം. അപ്പൊ പെരുന്നാളിൻ്റെ എന്ന് പറഞ്ഞാലും മതിയാകും എന്ന് ഇങ്ങനൊരു വിഷയത്തിൽ തന്നെ വിശദീകരണം നൽകിയിട്ട് മഹാനായ ഇമാം ബാജൂരി റഹിമഹുല്ല ആഷിയത്തുൽ ബാജൂരിയിലും പറയുന്നത് കണ്ടു. ആഷിയത്തുൽ ബാജൂരിയുടെ 1-ാം വാള്യം തന്നെ ഇതിന്റെ 118-ാമത്തെ പേജിലുണ്ടോ, ഓരോന്നിനും നിയ്യത്ത് വെച്ച് കൊടുക്കണം. അതെങ്ങനെ? നവൈത്തു സുന്നത്തുൽ വസ്ലിൽ ഈദിൽ ഫിത്ർ. ഉണ്ടോ, ചെറുപെരുന്നാളാകുമ്പോൾ ചെറുപെരുന്നാളിൻ്റെ കുളി എന്ന് തന്നെ നിയ്യത്ത് വെക്കണം. അപ്പൊ പിന്നെ വലിയരുന്നാളാകുമ്പോഴോ നവൈത്തു സുന്നത്തുൽ വസ്ലിൽ ഈദിൽ അദ്ഹ, ബലി പെരുന്നാളിൻ്റെ എന്ന് അങ്ങനെ വെക്കണം. അപ്പൊ പിന്നെ ചെറുപെരുന്നാൾ വലിയൊരുന്നാൾ ഇങ്ങനെ വേർതിരിച്ച് പറയാതെ വെറും കേവലം ഒരു പെരുന്നാൾ എന്നുള്ളത് വെച്ചുകൊടുത്താലോ, അതാ
ഇതാ അത്ലക്ക നിയ്യത്ത, നിയ്യത്തിനെ നിരുപാധികാക്കി. അതങ്ങനെ നവൈത്തു സുന്നത്ത ഗുസ്ലിൽ ഈദ്, പെരുന്നാളിന്റെ കുളി ഞാൻ കുളിക്കുകയാണ് എന്ന് നിയ്യത്ത് മാത്രമേ വെച്ചോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പേരാഗ് തിരിക്കത് അതാ അപ്പൊ ഏത് പെരുന്നാളാണ് വന്നിക്കുന്നത് അതിലേക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അത് മതിയാകും എന്നുള്ളത്. അപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പെരുന്നാളിന്റെ കുളി പറയുമ്പം വലിയൊരുന്നാൾ ചെറിയനാൾ വേർതിരിച്ചില്ലെങ്കിലും പെരുന്നാളിന്റെ എന്ന് പറയല് അവിടെ നിർബന്ധമായി വരും നിയ്യത്തില്. ആ പെരുന്നാളിന്റെ എന്ന് പറഞ്ഞാണ്ട് കുളിക്കുമ്പോൾ എന്താകുള്ളൂ, ആ പറയുന്ന ഇതുണ്ടാവുള്ളൂ. വലിയൊരുന്നാളിന് പറഞ്ഞാൽ പിന്നെ മസ്റ്റായി, പിന്നെ ഞങ്ങളുടെ തർക്കവും ഒന്നും വരാനില്ല എന്നർത്ഥം. അപ്പൊ ഏതായാലും നെയ്യത്ത് വെച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഈ നെയ്യത്തില്ലാതെ കുളിക്കും. എല്ലാ ആളുകളും പെരുന്നാൾക്ക് കുളിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ കൂലിയോ ആ വിഷയത്തിലായിരിക്കും പല ആളുകളും നമ്മൾ വേക്കോട്ട് പോയി ഉണ്ടാകുക. ഏതായാലും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം കൂടി വരും. ഇപ്പൊ സ്വാഭാവികമാണിത്. ഇപ്പോ എൻ്റെ വലിയ ശുദ്ധി ഉണ്ടാകും, അതുപോലെ തന്നെ ഈ സുന്നത്ത് കുളിയും വന്നിട്ടുണ്ടാകും. ആ ഫർള് കുളിയും സുന്നത്ത് കുളിയും ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് വെള്ളിയാഴ്ചകളിലൊക്കെ അങ്ങനെ വരും. അപ്പൊ പിന്നെ രണ്ടിനും കൂടി വേറെ വേറെ കുളിക്കുക എന്നുള്ളത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും, അങ്ങനെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒറ്റ എൻ്റെ കുളിയിൽ രണ്ടും കൂടി കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും നിയ്യത്ത് വെച്ചു കൊടുക്കണം. അപ്പം പിന്നെ വലിയ ശുദ്ധിയ കുളിയുടെയും അതുപോലെ തന്നെ വലിയൊരുനാളിന്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ചു കൊടുത്താൽ രണ്ടും കരസ്ഥാകും. ഒന്നേ വെച്ചു കൊടുത്തുള്ളെങ്കിൽ ഒന്നേ കിട്ടുള്ളൂ എന്ന് വ്യക്തമായിക്കൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുഈനിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നത്. തൊഫയിലും എല്ലായിടത്തും ഉള്ള അസൽ തന്നെയാണിത്. ഫതുഹുൽ മുഈനിന്റെ 43-ാമത്തെ പേജിലുണ്ടോ ഫർഉൻ ലവി ഖുത്തസല ലി ജനാബത്തിൻ വനഹവി ജുമഅത്തിൻ ബിനിയ്യതിഹിമാ ഹസലാ. ഇപ്പോ ഒരാൾക്ക് രണ്ട് കുളി വന്നു ഇവിടെ സമ്മേളിച്ചു വന്നു, അതായത് എൻ്റെ ഫർള് കുളിയും വന്നു സുന്നത്ത് കുളിയും വന്നു. അങ്ങനെ ആയാൽ രണ്ടിന്റെ നിയ്യത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹസല, രണ്ടും കരസ്ഥാകും. ഔലി അഹദിഹിമ, രണ്ടാൽ ഒന്നേ വെച്ചു കൊടുത്തുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുക എന്താ, ഈ പറയുന്ന വലിയ ശുദ്ധിക്ക് കാര്യം ആ ഫർളിന്റെ കുളി കുളിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹസല ഫഖത്ത്, അത് മാത്രമേ കരസ്ഥാകുള്ളൂ. എന്നാൽ ഏറ്റവും നല്ലത് അവിടെ എന്താണ്, വേറെ വേറെ ആയിട്ട് നിസ്കരിക്കാന്നില്ല. അപ്പൊ ആദ്യം വലിയ ശുദ്ധിന്റെ കുളി അങ്ങോട്ട് കുളിച്ച് ഒഴിവാക്കുക, എന്നിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന സുന്നത്ത് കുളി ഏതാണ്, ജുമയാണ് ജുമ, അല്ലെങ്കിൽ ഈ പറയുന്ന പെരുന്നാൾ അതും കുളിച്ചു കൊടുക്കുക. അതാണ് നല്ലത് എന്നുള്ളത് ഫതുഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് സയ്യിദുൽ ബക്കരി യാനത്വാലിബിലും പറയുന്നുണ്ട്. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളത്. ഇതിന്റെ 1-ാം വാള്യത്തിന് 136-ാമത്തെ പേജിലുണ്ടോ വല്ല അക്കുമൽ ഏറ്റവും പരിപൂർണമായിട്ട് പറയുകയാണെങ്കിൽ യഖ്തസിലിൽ ജനാബത്തി ഉണ്ടോ, ആദ്യം ആ ജനാബത്തിന്റെ കുളി അങ്ങോട്ട് കുളിക്കുക, ഫർള് കുളിയാണ് കുളിക്കുക. സുമ്മലിൽ ജുമാഅത്തി, പിന്നെ ജുമാന്റെ പെരുന്നാളാണ്, പിന്നെ പെരുന്നാളിന്റെ, അപ്പൊ പിന്നെ പെരുന്നാളിനും കുളിച്ചു കൊടുക്കുക നിയ്യത്തൊക്കെ വെച്ചിട്ട് തന്നെ. അപ്പൊ എങ്ങനെ വന്നാലും രണ്ടും കൂടി ഒരു കുളിയിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റും, പക്ഷെ നിയ്യത്ത് മസ്റ്റാണ്, അത് മറന്നു പോകരുത്. അപ്പോഴൊക്കെ ഇവിടെ ചർച്ച എന്താണ്, ഇവിടെ ചർച്ച നിയ്യത്ത് തന്നെയാണ്. നിയ്യത്തില്ലെങ്കിൽ ഒന്നും ശരിയായി പോകൂല. പിന്നെ ഞാൻ അവിടെ ഇപ്പോ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു, വലിയ ശുദ്ധി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെരുന്നാളിന്റെ കുളിയും, അപ്പം ഫർള് കുളിയും സുന്നത്ത് കുളിയും ഒരുമിച്ച് കൂടി കൊടുത്ത് ഫർള് കുളി മാത്രം കണ്ട് നിയ്യത്ത് വെച്ച് കുളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൊലബ് കൂടും. അതുകൊണ്ട് ആ കുളിയിൽ എന്താകും, അവനിക്ക് കുളിച്ചു, പെരുന്നാളിന്റെ കുളി കുളിച്ചു എന്ന് പറയാൻ പറ്റും. സുന്നത്ത് അതുകൊണ്ട് കരസ്ഥാകൂല, അതിന്റെ ആ കൂലി ഉണ്ടാകൂലോ, അത് കരസ്ഥാവില്ല. അത് കിട്ടണമെങ്കിൽ നീയത്ത് വേറെ തന്നെ വെച്ചോളണം. അപ്പൊ നീയത്ത് കയറി വരണം എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 1-ാം വാള്യം. അപ്പൊ അതും കൂടി മല്ല നോക്കണം. അപ്പൊ ഒന്ന് വെച്ചാൽ മറ്റും കിട്ടുമല്ലോ, ഉള്ളുകൂടെ എന്നാണ് കിട്ടണവും കിട്ടാത്തതൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഉള്ളുകൂടെ അങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നീയത്ത് വെച്ചു കൊടുക്കുന്ന വേണം എന്നുള്ളതാണ്. ഈ തുഹ്ഫയുടെ 1-ാം വാള്യം 99-ാമത്തെ പേജിൽ ഉണ്ടോ വല്ലാഹിറുൻ അന്നൽ മുറാദ ബി ഹുസൂലി ഗൈറിൽ മൻവി സുഖൂദ് തലബിഹി. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കരുതിയത് മാത്രമാണല്ലോ കിട്ടുക, അല്ലാത്ത കിട്ടൂല എന്നാണല്ലോ. അങ്ങനെ പറയാ എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തൊലബ് ഒഴിവായി പോകും. അപ്പം നിർബന്ധ കുളിയുടെ നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചു, സുന്നത്ത് കുളിയുടെ നിയ്യത്ത് വെച്ചോ ഇല്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ തൊലബ് വീടി എന്ന് പറയാൻ പറ്റും. അപ്പം പെരുന്നാളിന്റെ കുളി കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കൂലിയോ, കൂലി കിട്ടൂല എന്ന് തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖർദി റഹിമഹുല്ല അവിടുത്തെ ആശത്തുൽ ഖർദിയിൽ പറയുന്നുണ്ട്. അതായത് ഖർദിയുടെ ഇബാറത്തുകളൊക്കെ ഒപ്പിയെടുത്തു ഈ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന അൻവർ ദാക്കിസ്ഥാനി എന്ന് പറയുന്ന പണ്ഡിതർ. അവർ തുഹ്ഫ 10 വാള്യത്തിലായിട്ട് ഖർദിന്റെ ഏറെക്കുറെ ഇതിന്റെ ഇബാറത്തുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ തുഹ്ഫയുടെ 1-ാം വാള്യം 568-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഉണ്ടോ ഖർദിയുടെ ഇബാറത്ത് ലാ ഹുസൂല സവാബ്, കൂലി കരസ്ഥാവൂലട്ടോ. അപ്പൊ കൂലി ഉണ്ടാവൂല. ഇപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ
നിർബന്ധ കുളിയാണെങ്കിലും സുന്നത്ത് കുളിയാണെങ്കിലും നീയത്ത് മസ്റ്റാണ്. അത് നിർബന്ധം, അത് വെച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് എന്താകുള്ളൂ, ഇതിൻ്റെയൊക്കെ കൂലികൾ കിട്ടുള്ളൂ. അല്ല എന്നതിൽ ബുദ്ധിമുട്ടായി വരും. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാളിൻ്റെ കുളി കുളിക്കുമ്പോൾ എല്ലാവരും കുളിക്കുന്നുണ്ട്, എല്ലാവരും കുളിച്ചിട്ടുണ്ട്. നീയത്ത് മറന്നു പോകരുത്, കൽബിൽ വരണം. നാവ് കൊണ്ട് പറയലൊക്കെ സുന്നത്തേ ഉള്ളൂ, അതുകൊണ്ട് കൽബിൽ വരണം. അപ്പം നാവ് കൊണ്ട് തന്നെ പറഞ്ഞ് അത് നീയത്ത് ഈ കൽബിൽ ഇറക്കി വെച്ചാൽ എല്ലാം റെഡിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ രൂപത്തിൽ അമലുകളൊക്കെ ചെയ്യാനും നമ്മളെ കർമ്മങ്ങളൊക്കെ കൊണ്ടുപോകാനും തൗഫീക്കും അറിവും ആ ഒരു വിവരവും സന്ദർഭത്തിനനുസരിച്ചുള്ള ഓർമ്മയും ഒക്കെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം.